ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമ്മർ ഡ്രിങ്ക് തന്നെയാണ്, ഒരു ഐസ് ടീ, അതായത് ഫ്രൂട്ട് ഫ്ലേവേർഡ് ഐസ് ടീ. അപ്പം നമ്മൾ ഇന്നിവിടെ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഏത് ഫ്രൂട്ട്, സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഐസ് ടീ ഉണ്ടാക്കാൻ പറ്റും. ഗസ്റ്റിനൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എന്തായാലും ഒരു പ്രാവശ്യമല്ല, നമ്മുടെ വേനൽക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ഐസ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ തൊലി ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതുപോലത്തെ 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ഒന്നുമില്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ക്രഷ് ചെയ്യണ ഒരു ഇതിലിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കണത് കേട്ടോ. ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലെ ചെറിയ കപ്പിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്താലും മതി കേട്ടോ. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പൈനാപ്പിൾ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് നല്ല ഇതായിട്ട് വരണം. അതായത് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു 2 മിനിറ്റ് ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യണേ അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ അളന്നെടുത്തിട്ട് ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നല്ല ചായല, ഞാൻ 3 റോസിന്റെ ചായയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നല്ല ടീ പൗഡർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ടീ തിളച്ചത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പഞ്ചസാരയിലൊക്കെ കിടന്നിട്ട്. അപ്പം അതും നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് കൂളായിട്ട് വരണം. അപ്പം നമ്മുടെ ബ്ലാക്ക് ടീ ഒക്കെ കൂളായിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യാൻ നോക്കാം. ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെന്ത പൈനാപ്പിൾ ക്രഷ് അത് ആഡ് ചെയ്യാം. നമുക്ക് ടീ ഒഴിച്ചു കൊടുക്കാം. This pineapple iced tea is a great way to impress your guests. Bye.